ഇടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിന് പിന്നാലെ അപകടമുണ്ടായ പാടത്ത് വ്യാപക പരിശോധന ഇന്ന് പോലീസ് നടത്തി. 100-ലധികം പോലീസുകാർ പങ്കാളികളായ തെരച്ചിലിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപകട സ്ഥലത്ത് ഉണ്ടായിരുന്ന പൊട്ടാൻ സാധ്യതയുള്ള മുഴുവൻ സ്ഫോടക വസ്തുക്കളും നീക്കം ചെയ്തു. ഹൈക്കോടതി അനുമതിയോടെ പടക്കങ്ങൾ അടക്കം നിർവീര്യമാക്കാനാണ് തീരുമാനം. വിവരങ്ങളുമായി മനീഷ് ഏഷ മാത്യു ചേരുകയാണ്. മനീഷ്, അവിടെ നിന്ന് ഇത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയതിന് ശേഷം മാത്രമാകുമോ ഈ നിർവീര്യമാക്കൽ നടപടികളിലേക്ക് കടക്കുക? അതോടൊപ്പം ഇപ്പോഴും പരിശോധന നടക്കുന്നുണ്ടോ? ഇന്നത്തേക്ക് പരിശോധന പൂർണ്ണമായും തീർക്കാൻ പറ്റും എന്ന പ്രതീക്ഷയിൽ തന്നെയാണോ പോലീസ് ഉള്ളത്? രുചിഷ, ഇന്നുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരത്തോടുകൂടി തന്നെ പൂർണ്ണമായും പരിശോധന നടത്തി പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത്. നിലവിൽ ഈ പരിസര പ്രദേശങ്ങളിലെല്ലാം തന്നെ പോലീസ് സംഘത്തെ ഉപയോഗിച്ചുള്ള പരിശോധന പൂർത്തിയായിട്ടുണ്ട്. ഇനിയും ഇവിടെ ചില ഭാഗങ്ങളിലൊക്കെ ചില ചെറിയ കുളങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള മൃതദേഹാവശിഷ്ടങ്ങൾ അകപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള പരിശോധനയും തുടരുകയാണ്. അത് കൂടി അവസാനിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും ഇവിടുത്തെ പരിശോധന അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഇവിടെ നിന്ന് സ്ഫോടക വസ്തുക്കളെല്ലാം തന്നെ, അതായത് പൊട്ടാൻ സാധ്യതയുള്ള എല്ലാ സ്ഫോടക വസ്തുക്കളും തന്നെ ഇവിടെ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. ഇത് മറ്റൊരു സ്ഥലത്തേക്ക് സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റും. അവിടെ നിന്ന് ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി മാത്രമേ ഇത് നിർവീര്യമാക്കുകയുള്ളൂ. ഇവിടെ നിന്ന് മാറ്റിയ സ്ഫോടക വസ്തുക്കളെല്ലാം തന്നെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു പരിശോധന നടത്തുന്നുണ്ടാവും. ആ പരിശോധനയ്ക്ക് ശേഷം ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി മാത്രമായിരിക്കും ഇത് നിർവീര്യമാക്കുക. ഇനി ഇവിടെ പൊട്ടിയ, അതായത് ഈ ഒരു സ്ഫോടനം നടന്നതിന് ശേഷം ഉണ്ടായിരുന്ന വസ്തുക്കൾ മാത്രമാണുള്ളത്. അത് പൊട്ടാൻ സാധ്യതയുള്ളതല്ല. ഇന്ന് രാവിലെ കണ്ടെത്തിയ 300 കിലോളം വരുന്ന ഈ സ്ഫോടക വസ്തു അടക്കം മുഴുവൻ ഇവിടെ നിന്ന് ഇതിനോടകം തന്നെ മാറ്റിയിട്ടുണ്ട്. ഈ നീക്കം ചെയ്തവ പിന്നീടായിരിക്കും എന്തായാലും നിർവീര്യമാക്കുന്ന നടപടികളിലേക്ക് കടക്കുക. പ്രഥമഘട്ടം എന്ന നിലയിൽ ഇവിടെ നിന്ന്, അതായത് ഈ പ്രദേശം സുരക്ഷിതമാക്കുക എന്നതിനോടുകൂടി പശ്ചാത്തലത്തിലാണ് നിലവിൽ ഇപ്പോൾ ഇവിടെ നിന്ന് ഇത് മാറ്റിയിട്ടുള്ളത്. എന്തായാലും പരിശോധനകൾ തുടരുകയാണ്. ഈ പരിശോധനയിൽ ഏറ്റവും പ്രധാനമായും അന്വേഷിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള മൃതദേഹാവശിഷ്ടങ്ങൾ ഇനിയും ഇവിടെ അവശേഷിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് 100-ലധികം വരുന്ന പോലീസ് സംഘത്തെ ഉൾപ്പെടുത്തിയുള്ള ഒരു വിശാലമായ പരിശോധന അല്പസമയം മുമ്പ് നടത്തിയത്. ഇനി ഈ പ്രദേശത്തിൽ ചില ഭാഗങ്ങളിൽ ചില കുളങ്ങളൊക്കെ ഉണ്ട്. അതിൽ എന്തെങ്കിലും തരത്തിലേക്കുള്ള അവശിഷ്ടങ്ങൾ ഉണ്ടോ എന്നുള്ള പരിശോധനയാകും തുടരുക. എന്തായാലും രാവിലെ കണ്ടെത്തിയ അവശിഷ്ടങ്ങളെല്ലാം തന്നെ പരിശോധനയ്ക്കായി മാറ്റിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ പോലീസ് ഇവിടെ സുരക്ഷ വർദ്ധിപ്പിക്കുകയാണ്. അതായത് ബാരിക്കേഡുകൾ അടക്കം സ്ഥാപിച്ച് സ്ഫോടകം നടന്ന സ്ഥലത്തേക്ക് ഇവിടെ നിന്നുള്ള ആളുകളുടെ അടക്കമുള്ള പ്രവേശനം തടഞ്ഞുകൊണ്ടുള്ള ഒരു സുരക്ഷയാണ് പോലീസ് ഏർപ്പെടുത്തുക. വൈകുന്നേരം കൂടി തന്നെ ഈ ഏരിയ മുഴുവൻ, അതായത് ഈ സ്ഫോടനം നടന്ന പാടശേഖരം അടക്കമുള്ള ഭാഗങ്ങളിലെ പൂർണ്ണ ഉത്തരവാദിത്വം പോലീസ് ഏറ്റെടുക്കും. അവിടുത്തെ സുരക്ഷയിലായിരിക്കും ബാക്കി കാര്യങ്ങൾ നടക്കുക. എന്തായാലും അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. രുചീഷ്.